ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അമ്മൂമ്മ വളരെയധികം വിഷമത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോയിരിക്കണത്. കാരണം കിരണിന് ആ ഒരു അവസ്ഥ സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വൃദ്ധസദനത്തിലെത്തിയ അമ്മൂമ്മ അവിടുത്തെ അമ്മമാർക്കൊക്കെ പറയുന്നുണ്ട്, കിരണിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. പാവം, എല്ലാവർക്കും എന്തുമാത്രം സഹായമാണ് അവൻ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ അവന്റെ ആ അവസ്ഥ കണ്ട് സഹിക്കില്ല. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം പ്രകാശനാണെങ്കിൽ നമ്മുടെ കിരണിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പാത്തും പതുങ്ങിയാണ് പോകുന്നത്. അവിടെ ചന്ദ്രസേനെ കാണുമ്പോഴേക്കും പ്രകാശൻ കുറച്ചുകൂടെ മാറി നിൽക്കുന്നുണ്ട്. ചന്ദ്രസേനൻ പുറത്തേക്ക് വണ്ടി എടുത്ത് പോകുമ്പോഴേക്കും പ്രകാശിന് അകത്തേക്ക് കയറാണ്. ഹാവു, ഇനി ഇവിടെ ആരുമില്ല, സമാധാനമായിട്ട് പോകാം. എന്നിട്ട് റിസപ്ഷനിൽ പോയി ചോദിക്കണ്ടേ, കിരൺ എവിടെയാ കിടക്കുന്നത്? അയാളിപ്പോ ഇന്ന റൂമിലാണെന്ന് അവിടുന്ന് റിസപ്ഷനിസ്റ്റ് പറയാണ്. പ്രകാശിനെ കേട്ട പാതി കേൾക്കാത്ത പാതി റൂമിലേക്ക് സന്തോഷത്തോടു കൂടി തന്നെ പോകുക കേട്ടോ. റൂമിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും അഭിനയിക്കുകയാണ്, നല്ല സങ്കടം അഭിനയിക്കുകയാണ്. കഥകെ മുട്ടുമ്പോ കല്യാണിയാണ് വാതിൽ തുറക്കുന്നത്. കിരൺ വീണ്ടും ഓർമ്മശക്തി നഷ്ടപ്പെട്ട പോലെ തന്നെ അങ്ങനെ അങ്ങ് കിടക്കുകയാണ്. കല്യാണി വാതിൽ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്റെ മരുമകനെ കാണാൻ വന്നതാണ്. നാടല്ലേ നിങ്ങൾക്ക്? സന്തോഷിക്കാൻ വേണ്ടി വന്നതായിരിക്കുമല്ലേ? നിങ്ങൾ കാണണ്ട, കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് വാതിൽ തള്ളി തുറക്കാണ് പ്രകാശൻ. എന്നാലും എന്റെ കിരണെ, നിനക്കിത് സംഭവിച്ചല്ലോടാ. എന്നാലും കുഴപ്പമില്ല, മൂക്കില് പന്നി വെക്കേണ്ടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ കളിയാക്കണമുണ്ട്, എന്നിട്ട് സങ്കടം അഭിനയിക്കണുണ്ട്. ആ രീതിയിലാണ് കേട്ടോ. അതിനുശേഷം പ്രകാശൻ അവിടെ നിന്ന് കളിയാക്കി പോകുന്നുണ്ട്. പോയി കഴിയുമ്പോഴേക്കും അമ്മൂമ്മ നമ്മുടെ കല്യാണിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട്, മോളെ ഇതിന്റെ പിന്നിൽ വേറെ ആരുമല്ല, പ്രകാശനും വിക്രവും ആ രാഹുലാണ്. ആ രാഹുൽ ഇപ്പൊ അവരുടെ കൂടെയാണ് പോയി നിൽക്കുന്നത്. അവരുടെ ഗുണ്ടയാണ് വന്നതെന്ന് പറയുമ്പോ അമ്മക്ക് ഇതെങ്ങനെ അറിയാം? ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോ കണ്ടതാണ് ആ രാഹുൽ അവരുടെ കൂടെ നിൽക്കുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാലോ അവനെ ഒളിച്ചാ നിന്നത്. വേറൊന്നുമല്ല, കിരൺ അപകടപ്പെടുത്തി ഒളിച്ചു നിൽക്കാനുള്ള സങ്കേതമായിട്ട് അവരിപ്പോ അത് എടുത്തിരിക്കുന്നത്. മോള് സൂക്ഷിക്കണം, അവൻ ഇനിയും അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. മോളെയാണ് അടുത്ത ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മോള് സൂക്ഷിക്കണം എന്നൊക്കെ പറയാണ്. ശരി അമ്മമ്മേ, സൂക്ഷിക്കാം, അമ്മമ്മ ടെൻഷൻ അടിക്കണ്ട എന്ന് കല്യാണി പറയുന്നുട്ടോ. എന്തായാലും അമ്മമ്മ ആ സത്യം കല്യാണത്തെ വിളിച്ചു പറയുന്ന ഭാഗം നമുക്ക് നാളെ കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.